തമിഴ്നാട്ടിലെ 2 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നിലപാടുകളിൽ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ. ഒരാൾ IAS-കാരൻ, മറ്റേയാൾ IPS-കാരൻ. 4 വർഷം മുൻപ് രണ്ടുപേരും സർക്കാർ ഉദ്യോഗത്തിൽ നിന്നും രാജിവെച്ചു, രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. ഒടുവിൽ അവരിൽ ഒരാളെ ജനം തിരഞ്ഞെടുത്തു. രണ്ടാമൻ കനത്ത പരാജയം നേരിട്ടു. IAS പദവി രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ശശികാന്ത് സെന്തിലിനെയും IPS ഉദ്യോഗം രാജിവെച്ച് BJP സംസ്ഥാന പ്രസിഡന്റായ അണ്ണാമലയെയും കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഇത്തവണ രണ്ടുപേരും പാർലമെന്റിലെത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ ദ്രാവിഡ മക്കൾ അണ്ണാമലയെ തോൽപ്പിച്ചു. ശശികാന്തിന് വൻ ഭൂരിപക്ഷത്തിൽ ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തു. സംവരണ മണ്ഡലമായ തിരുവള്ളൂരിൽ നിന്ന് 5.7 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശികാന്ത് സെന്തിൽ വിജയിച്ചത്. ഇവിടെ മത്സരിച്ച മറ്റു സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവച്ച കാശ് നഷ്ടമായി. അണ്ണാമലയെ പോലെ കർണാടക കേഡറിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു ശശികാന്തും. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായിരുന്ന ശശികാന്ത് മതേതര നിലപാടുകളുടെ പേരിലാണ് ജോലി ഉപേക്ഷിച്ചത്. ഫാസിസ്റ്റ് അധികാര രാഷ്ട്രീയം നിഴൽ വിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു മംഗളൂരുവിൽ ദക്ഷിണ കന്നഡ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ കസേര ശശികാന്ത് വലിച്ചെറിഞ്ഞത്. 2019 രാജിവെച്ചത്. തൊട്ടടുത്ത വർഷം കോൺഗ്രസിൽ ചേർന്നു. 2011 ബാച്ച് IPS-കാരനായിരുന്ന അണ്ണാമലയും 2019 ജോലി രാജിവെച്ചത്. തുടർന്ന് 2020 BJP-യിൽ ചേർന്നു. പാർട്ടിയിൽ ചേർന്ന് 2 വർഷത്തിനുള്ളിൽ സംസ്ഥാന അധ്യക്ഷ പദം നേടിയ അണ്ണാമലൈ തീപ്പൊരി നേതാവായി പേരെടുത്തു. എന്നാൽ നിശബ്ദമായ പ്രവർത്തനമാണ് ശശികാന്ത് നടത്തിയത്. കോയമ്പത്തൂരിൽ അത്ഭുതം കാട്ടുമെന്ന അവകാശവാദത്തോടെയാണ് അണ്ണാമലൈ മത്സരിക്കാനിറങ്ങിയത്. വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ടും വലിയ കോലാഹലങ്ങൾ ഇല്ലാതെയായിരുന്നു ശശികാന്തിന്റെ പ്രചാരണം. DMK-യുമായി ചേർന്നുള്ള ചിട്ടയായ പ്രവർത്തനം ചെന്നൈയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലത്തിൽ മികച്ച വിജയം നേടിക്കൊടുത്തു. കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനകുലുവിനൊപ്പം കോൺഗ്രസിന്റെ വാർ റൂം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ശശികാന്താണ്. കഴിഞ്ഞ വർഷം TNCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു. നിലവിൽ തമിഴ്നാട് കോൺഗ്രസിന്റെ സാമൂഹിക മാധ്യമ വിഭാഗത്തിന്റെ അടക്കം ചുമതലയുള്ള കോർഡിനേറ്ററാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷവും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാണ് ലഭിച്ചത്. ആദ്യ മത്സരത്തിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി ഞെട്ടിച്ചത് ശശികാന്ത് സെന്തിലാണ്. ശശികാന്ത് തിരുവള്ളൂർ മണ്ഡലത്തിൽ നിന്ന് 7,96,956 വോട്ടുകളാണ് നേടിയത്. രണ്ടാമതെത്തിയ BJP സ്ഥാനാർത്ഥിയേക്കാൾ 5,72,155 വോട്ടിന്റെ ഭൂരിപക്ഷമാണിത്. സിവിൽ സർവീസ് പരീക്ഷ 9ാം റാങ്കോടെ പാസ്സായ സെന്തിൽ 2009 ബാച്ച് കർണാടക കേഡർ IAS ഉദ്യോഗസ്ഥനായി. 2019 രാജിവെക്കുമ്പോൾ സൗത്ത് കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. ജനാധിപത്യത്തിൽ വീഴ്ചയുണ്ടാകുമ്പോൾ മൗനം പാലിക്കുന്നത് അധാർമികമാണ് എന്ന് പറഞ്ഞായിരുന്നു രാജി. കോൺഗ്രസിൽ ചേർന്ന സെന്തിൽ കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വാർ റൂമിന്റെ ചുക്കാൻ പിടിച്ച് വിജയത്തിലേക്ക് വഴിയൊരുക്കി. ചിത്രദുർഗ, റായ്ചൂർ ജില്ലകളിൽ കളക്ടറായിരുന്നു. തമിഴ്നാട്ടിലെത്തിയ ശേഷം തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമൂഹ മാധ്യമ വിഭാഗത്തിന്റെ കോർഡിനേറ്ററായും പ്രവർത്തിച്ചു.